നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും വിയോജിപ്പുകളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. വിഷയം മറ്റൊന്നുമല്ല. ആദ്യം തന്നെ ഒരു വാക്ക് പറയട്ടെ. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് തന്നത് RSSകാരുടെ ശാഖയിൽ നിന്നെടുത്ത കാശ് കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങ് നിങ്ങളുടെ കേന്ദ്രത്തിലുള്ള RSSൻ്റെ കാര്യാലയത്തിൻ്റെ ഭാഗമല്ല ആ പണം. ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക്, അതായത് ഇന്ത്യയിലുള്ള എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഇന്ത്യൻ ഭരണഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടാണ്. ആദ്യം ഇവിടെ RSSകാർ അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വിഷയം വരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഗണഗീതം പാടുക, എന്താ പറയുക, ഭാരതാംബയെ പൂജിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള ഗണഗീതം ഉണ്ടല്ലോ. അതിന് ഗണഗീതം എന്നേ പറയാൻ പറ്റൂ, അല്ലാതെ അതൊരു ദേശഭക്തി ഗാനമാണോ? അല്ല. കാരണം ദേശഭക്തി ഗാനങ്ങൾ എഴുതിയ നിരവധി മഹാരഥന്മാർ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, ഇവിടെ വന്ദേ മാതരം അതിൻ്റെ ഇപ്പം 150-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേള. അതോടൊപ്പം തന്നെ നമുക്ക് ദേശീയഗാനം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജനഗണമന ഉണ്ട്, ദേശീയഗാനം. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. നമുക്കറിയാം, ഈ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ദേശീയ പതാക, നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ പാറിക്കളിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രൗഡുണ്ട്, ഒരു അഭിമാനം. നമ്മളൊക്കെ ഇന്ത്യക്കാരനായതിൽ നമ്മൾ അഭിമാനിക്കുന്ന ഒരു സമയം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സമയത്തോ ക്രിക്കറ്റ് കളി ജയിക്കുമ്പോഴൊന്നും അല്ല. നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനമുള്ളവർ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള ഒട്ടുമിക്ക ആളുകളും എന്ന് വെച്ചാൽ എല്ലാ ആളുകളും എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ശരി. അവിടെ ഞങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ട് ഗണഗീതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗണഗീതത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാര്യം ഞങ്ങളുടെ മഹാരഥന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കുറേയധികം പാട്ടുകളുണ്ട്, അതൊക്കെ ഞങ്ങൾ പാടിക്കോളാം. അല്ലാതെ ഗണഗീതം പാടി ഞങ്ങൾക്ക് ആരെയും സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്കൂൾ കുട്ടികളെ കൊണ്ട് ആ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഇരുത്തിക്കൊണ്ട് ഇമ്മാതിരി തോന്യാസം കാണിച്ചത് തെറ്റാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടേയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് RSSൻ്റേതാണ്. അവരുടെ ശാഖയിൽ അവർക്ക് പാടി രസിക്കാനുള്ള പിന്നെ കടലിളകണം എന്നൊക്കെ പറയുന്ന പോലെ പാട്ടുകൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ അവർക്ക് വേണ്ടി മാത്രമുള്ളത്, അവരങ്ങ് ഏറ്റെടുത്തോട്ടെ. പക്ഷെ കുട്ടികളെ കൊണ്ട് പാടിച്ചത് അക്ഷന്തവ്യമായ അപരാധമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ അത്ര വേഗമൊന്നും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവരെയൊക്കെ കാണുമ്പോൾ, RSSകാരനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന, അല്ലാന്നെങ്കിൽ മുട്ടിലെഴഞ്ഞു പോകുന്ന UDFകാരെ മാത്രമേ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മാത്രമേ അറിയൂ. ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കുക, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന് എല്ലാ അധികാരവും സ്ഥാപിക്കുക എന്ന് പറയുന്ന വൃത്തികെട്ട നീചമായ അവസ്ഥയുണ്ടല്ലോ RSSൻ്റെ, അതിവിടുത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിക്കുന്ന സമയം വരെ നടക്കില്ല. അത്രത്തോളം ശക്തിമത് ആ അവസാനം ഒരു കമ്മ്യൂണിസ്റ്റ് ഉള്ളെങ്കിൽ പോലും ആ കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെതിരായി, ആ വർഗീയതയ്ക്കെതിരായി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ആശയം പടർന്നു നൽകുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു അഗ്നിയുണ്ട്, ആ അഗ്നി പടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ അതിങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കേരളത്തിൽ. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം KP ശശികല എന്ന് പറയുന്ന ഒരാളുണ്ട്. പലരും പല പേരിലാണ് അവരെ വിളിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പേര് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ആ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. പലരുടെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. അവർ പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ KSRTC ഇപ്പോൾ ട്രെയിനിനകത്ത് കയറി ഗണഗീതം പാടിയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ KSRTC ബസ്സിൽ കയറി വയറ്റത്തടിച്ചുകൊണ്ട് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടാനാണ് പറഞ്ഞത്. ഈ KP ശശികലയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് പുഷ്പൻ, സഖാവ് പുഷ്പൻ എന്നുള്ള പേര് ഉച്ചരിക്കാൻ? ആ ഒരു പേര് എഴുതി വെക്കാനുള്ള യോഗ്യത പോലും ഈ KP ശശികലയ്ക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 29 വർഷം ഈ ഭരണകൂട ഭീകരയ്ക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് ശയ്യാവലംബിയായി കിടക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് കമ്മ്യൂണിസ്റ്റുകാർ കയറി KSRTC ബസ്സിൽ വെച്ച് പാടി അവഹേളിക്കാനുള്ളതല്ല സഖാവ് പുഷ്പൻ എന്ന് പറയുന്ന ഒരാളുടെ സമര ജീവിത ചരിത്രം. ആ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ശശികലയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിലൊക്കെ ഈ ശശികല അടക്കം ഈ കേരളത്തിൽ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷമുണ്ട്, പകുതി പറയുന്ന വിഷങ്ങൾ.
ഇവിടെ പണ്ട് പറഞ്ഞതാണ്, ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന നോട്ടിന് സിന്ദൂരം ഉണ്ടായിരുന്നു, കർപ്പൂരത്തിൻ്റെ ഗന്ധമുണ്ട്, ഭസ്മമുണ്ട് അതിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് വിവരക്കേടാണ് ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ അങ്ങ് എടുത്ത് മഹല്ല് കമ്മിറ്റികളാണല്ലോ എടുക്കുന്നത്. ഇവിടുത്തെ കേരളത്തിൽ നമ്മുടെ ശബരിമലയിലേക്ക് വരുന്ന പണം മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഇടിനാശവും വെള്ളപ്പൊക്കമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. അവരൊക്കെയല്ലേ ശരിക്കും നിരോധിക്കപ്പെടേണ്ടവരാണ്. അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ എഴുത്തുകൾ, ഇവരൊക്കെ അധ്യാപികയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ മേഖലയോട് പുച്ഛം തോന്നിപ്പോകും. ഇത്രയൊക്കെയാണോ ചരിത്രാധ്യാപികയായിരുന്നു എന്നാണ് പറയുന്നത്? എന്ത് ചരിത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചത്? ഗണഗീതത്തെ രാഷ്ട്രഭക്തി ഗാനമാക്കി മാറ്റുന്നതായിരുന്നു നിങ്ങൾ പഠിപ്പിച്ച ചരിത്രം. അല്ലാതെ എന്ത് പ്രാധാന്യമാണ് അല്ലെങ്കിൽ എന്ത് ചിന്താഗതിയാണ് നിങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ സഖാവിനെ കാണാൻ വേണ്ടി, അതായത് ഏകദേശം 10-29 വർഷക്കാലമായി ജീവിതം തന്നെ ഹോമിച്ച്, ജീവിതം തന്നെ എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ 24-ാമത്തെ വയസ്സിലാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന MVR കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ കൂത്തുപറമ്പിൽ വെച്ച് അദ്ദേഹത്തിന് വെടിവെക്കുന്നത്. കഴുത്തിന് പിന്നിൽ വെടിയേറ്റു. കഴുത്തിന് പിന്നിൽ വെടിയേറ്റ് അരയ്ക്ക് താഴോട്ട് ശരീരമാസകലം തളർന്നു പോയി. അദ്ദേഹം 30 വർഷക്കാലം ജീവിച്ചു. ആ ജീവിതത്തിലും അദ്ദേഹം പോരാളിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇവിടെ സമരം നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക, നമുക്കറിയാം, നമ്മുടെ ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ സഖാക്കന്മാർ അവരാരും തന്നെ ഈ പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചു വരുന്നതല്ല. അവരെല്ലാവരും തന്നെ നടന്നു തീർത്ത ഒരു ചരിത്രമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം തന്നെ സ്കൂളിൽ കഷ്ടപ്പാട് കാരണം സ്കൂളിൽ പഠിത്തം അവസാനിപ്പിച്ചൊടുവിൽ പല ജോലികൾ ചെയ്തു. ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി അദ്ദേഹം പല ജോലികൾ ചെയ്തു. ഒടുവിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തി. ആ സമയത്താണ് കൂത്തുപറമ്പ് സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം സമരത്തിനിറങ്ങി അവിടെ വെച്ചാണ് വെടിയേൽക്കുന്നത്. 5 സഖാക്കന്മാരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത് ആ വെടിവയ്പ്പിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സമരവീര്യം ഉൾക്കൊണ്ട ഒരു സഖാവായി അദ്ദേഹം അറിയപ്പെട്ടില്ലെങ്കിലുള്ള അതിശയം. ആ പേരിനെയാണ് ശശികല എന്ന് പറയുന്നത്. നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സഖാവ് പുഷ്പനെ കാണാൻ വേണ്ടി ചെഗുവേരയുടെ മകൾ ഇവിടെ വന്നിരുന്നു, അലിഡ ഗുവേര. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഉറഞ്ഞുപോയ ചരിത്രവീര്യമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ സമരവീര്യമുള്ള ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു നേതാവിനെ എടുത്ത് മുന്നിൽ നിർത്തി കാണിച്ചു തരാൻ കഴിയുമോ? പണ്ട് ഷൂ നക്കിയവരൊക്കെ ആ ചരിത്രമല്ലേ ഉള്ളൂ ശശികലയ്ക്ക്. ഷൂ നക്കുക, അല്ലാതെ മാപ്പെഴുതി കൊടുക്കുക, ഇതൊക്കെയല്ലേ ആ ഒരു ചരിത്രമല്ലേ ശശികലയ്ക്ക് അവകാശപ്പെടാനുള്ളൂ. വേറെന്താ ഇവിടെ അവർ ചെയ്തിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കളയരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ മതത്തിന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യൂ, മതത്തെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ എന്നല്ലേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മതത്തിനപ്പുറത്തേക്ക് മനുഷ്യനെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യത്വം. മനുഷ്യനായി നിന്നുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഇടപെടുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയല്ലേ. ആ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, ആ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും 7 അയലത്ത് RSSന് പങ്കുണ്ടോ? ഇല്ല. രാജ്യത്ത് കലാപം ഉണ്ടാക്കിയ പേരിലല്ലാതെ ഏതെങ്കിലും ഒരു RSSകാരൻ്റെ പേര് എവിടെയെങ്കിലും കുറിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ട് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് പറഞ്ഞ പോലെ ഞങ്ങൾ അദ്ദേഹം മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. വീർ സവർക്കർ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാ? വീണ്ടും മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന് വീണ്ടും സമരം ചെയ്യാൻ വേണ്ടി. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. എന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യേണ്ട ഒരു നേരിയ വെളിച്ചം? ഇല്ല. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ ഭയങ്കര ദേശീയവാദികളാണെന്ന്. ഇന്ത്യയുടെ ദേശീയ പതാക തെരുവിലിട്ട് കത്തിച്ചവരാണ്. എന്താണ് അവരുടെ ആവശ്യം? ഈ പറയുന്ന മൂവർണ്ണക്കൊടിയല്ല വേണ്ടത്, ത്രിവർണ്ണ പതാകയല്ല വേണ്ടത്. പകരം നമുക്കറിയാം കാവി നിറത്തിലുള്ള ത്രികോണ ഷേപ്പിലുള്ള ഒരു കൊടിയാണ് അവർക്ക് വേണ്ടത്. എന്ത്? ഇന്ത്യയുടെ ദേശീയ പതാകയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അവരുടെ ആശയങ്ങൾ. ഇതായിരുന്നു അവരുടെ. ഇനി ഇവിടെ ഇന്ത്യൻ ഭരണഘടന വേണ്ട, ഇവിടെ ഇന്ത്യൻ നീതിന്യായ സംഹിത വേണ്ട. പകരം ഞങ്ങൾക്കൊരു എണ്ണമുണ്ട്. എന്താ? നീതിസാരം. വേദം കേൾക്കുന്നവൻ്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞ നീതിസാരം. അതെന്തായി? ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടെ റിസർച്ച് ഫെലോ ആയിരുന്ന ഒരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുന്നിടത്ത് വരെ എത്തി. ഇതാണ് പറയുന്നത്. അവർക്ക് മനുഷ്യനെയല്ല അവർ കാണുന്നത്, ജാതിയെയാണ് കാണുന്നത്, മതത്തെയാണ് കാണുന്നത്. എന്നിട്ടാണ് ഇവിടെ കുട്ടികൾക്കിടയിൽ പോലും ഈ രീതിയിലുള്ള ജാതിവെറി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നുകൊണ്ട് ഇത് വായിപ്പിക്കുക, ഗണഗീതം പാടിപ്പിക്കുക.
എന്നിട്ട് ഒരാൾ പിന്നെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എഴുതിയിരിക്കുന്നു, ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായി പാടിക്കോളൂ എന്ന്. ഇന്ത്യൻ മിലിറ്ററിക്ക് ശമ്പളം കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക, RSSന്റെ ശാഖയിൽ നിന്നല്ല, ഇന്ത്യൻ സർക്കാരിൽ നിന്നാണ്. ആ ഇന്ത്യൻ സർക്കാർ ഭരണഘടനയിൽ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട ഒരു സർക്കാരാണെന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പ്രസക്തി മാത്രമാണ് അവർക്കുള്ളത്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ കൊലപാതകം നടന്നതാണ് നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട്. ഏകദേശം 20,000-ലധികം ആളുകളാണ് കർസേവർ നടത്തിയ ആ ഒരു അക്രമത്തിൽ ഇവിടെ പൊലിഞ്ഞു പോയത്. ഇന്ത്യയുടെ ഒരു ചരിത്ര സ്മാരകം തന്നെ ഇടിച്ചു പൊളിച്ച് നിരത്തി കളഞ്ഞു. എന്നിട്ട് അവിടെ രാംലല്ല എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠിച്ചു. എന്നിട്ടോ ഈ രാംലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചു, അവിടേക്കുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട്. ആ പാവപ്പെട്ട ജനങ്ങൾ ഇന്നും പാതി നഷ്ടപ്പെട്ട വീടിനുള്ളിൽ സ്വന്തം മക്കളെയും 18 പൂർത്തിയായ സ്വന്തം പെൺമക്കളെയും കൊണ്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് അന്തി ഉറങ്ങുകയാണ്. ആ കുഞ്ഞുങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ല. അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ല, എത്ര വികസനം പറഞ്ഞാലും. പണ്ട് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ നമ്മുടെ മനസ്സിലുണ്ട്, രാജ്യത്ത് കക്കൂസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോളിൻ്റെ വില കൂട്ടുന്നതെന്ന് പറയുന്ന ഒരു വിചിത്രമായ ന്യായം. എന്നിട്ട് ഈ പറയുന്ന രാജ്യത്ത് എത്ര കക്കൂസുകളുണ്ട്? ബീഹാറിലടക്കം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന ബീഹാറിലടക്കം ആൾക്കാർ വെളിയിടങ്ങളിലാണ് കാര്യസാധ്യത്തിന് പോകുന്നത്. ഇതാണ് വികസനം, അതാണ് തിളങ്ങുന്ന നമ്മുടെ ഇന്ത്യ. അതേസമയം പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചർമ്മത്തിന് തിളക്കം കൂടാൻ എന്താ കാരണമെന്ന് ചോദിക്കാൻ മാത്രമേ അറിയൂ പ്രിയങ്ക ഗാന്ധിക്ക്. അതായത് നരേന്ദ്രമോദിയുടെ ചർമ്മത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ മാത്രമേ അറിയൂ. അല്ലാതെ ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാനോ ഒന്നും. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, RSSനെ കാണുമ്പോൾ മുട്ടിലിഴയുകയാണ്. ഇവിടെ RSSനെതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുള്ളത് വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും P പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയുമാണ്, കൃഷി വകുപ്പ് മന്ത്രിയുമാണ്. അല്ലാതെ ഇവരെ കാണുമ്പോൾ മുട്ടിലെഴുതുന്ന സമീപനമല്ലേ ശരിക്കും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തരത്തിലൊരു പ്രതിഷേധ ധർണയ്ക്കോ അല്ലെങ്കിൽ പ്രതിഷേധത്തിനോ തയ്യാറായിട്ടുണ്ടോ? PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും, അതായത് നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൻ്റെ പേരിൽ തെരുവ് നാടകം കൊണ്ട് ഇറങ്ങിയവരാണ് ഇവിടുത്തെ UDFകാർ. എന്നിട്ടോ അവിടെ സർക്കാർ പറഞ്ഞു കൃത്യമായി ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്, ആ അജണ്ട അനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം ഞങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും എന്ന ഒരു ആർജവമുള്ള സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞൊരു മന്ത്രിയായിരുന്നു വി ശിവൻകുട്ടി. അപ്പോൾ അതേസമയം ഇക്കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പോയതുകൊണ്ട് VD സതീശൻ പിന്നെ അവിടെ ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയതുകൊണ്ട് വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കെ സുധാകരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് CPM-ൽ നിന്നും ശാഖയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ BJP-യിലേക്കോ RSSലേക്കോ പോകുന്നതിന് എനിക്കാരുടെ അനുമതി വേണ്ട എന്ന് പറഞ്ഞൊരു KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് പേര് കെ സുധാകരൻ. എന്നിട്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് കത്തി ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് BJP-ക്കാർ ഒരു കാളയം കൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പോകുന്നത്. എന്നിട്ടോ അപ്പോൾ VD സതീശൻ ഇതിനെതിരെ പ്രതികരിച്ചു, നിങ്ങൾ കാളയെ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തേ? ഒന്നും ആയില്ല. ഇതേ രാജീവ് ചന്ദ്രശേഖറിന്റെ അവരുടെ അധ്യക്ഷനെതിരായ ആരോപണം ഉയർന്നു വന്ന സമയത്ത്, അതായത് കർണാടകയിൽ 313 കോടി രൂപയ്ക്ക് മേലെ അഴിമതി, ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഴിമതി രേഖകൾ സഹിതം പുറത്തു വന്നപ്പോൾ ഇതേ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും എതിർത്തൊരു വാക്കുമിണ്ടാൻ ഇവിടുത്തെ VD സതീശന് കഴിഞ്ഞോ? ഇല്ല. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു അഴകുഴമ്പൻ ന്യായം അങ്ങ് സ്വീകരിച്ചു. കെ സുധാകരൻ മിണ്ടിയോ? എന്തിനും ഏതിനും മാത്രം എന്ന് പറയുന്ന ഒരാളാണല്ലോ, മിണ്ടിയില്ല. ഗണഗീതം പാടിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം VD സതീശൻ പറഞ്ഞോ? മിണ്ടിയില്ല. അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന വെറുതെ ഒരു പ്രസ്താവന മാത്രം പറഞ്ഞുകൊണ്ട് ഒതുക്കി. അന്ന് VD സതീശൻ കാളെ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ കാളയെ സൂക്ഷിച്ചു വെച്ച് അതിനുശേഷം എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോ? കാള ഇപ്പോഴും അവിടെ മാരാർജി ഭവനിൽ കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായോ? ഇല്ല. ഇതാ പറഞ്ഞത്, അവരെ കാണുമ്പോൾ സംഘപരിവാറിനെ കാണാൻ മുട്ടിലഴിയും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പുനർജനി കേസ് പൊങ്ങി വരുമെന്നുള്ള ഭയമായിരിക്കാം. ED കയറി ഇറങ്ങിയാലോ? ഇനി അതല്ല, പണ്ട് PV അൻവർ നിയമസഭയിൽ ഉന്നയിച്ച പോലെ അവിടെ നിന്ന് കർണാടകയിൽ നിന്ന് 150 കോടി ഇങ്ങോട്ടേക്ക് ഒഴുകിയിട്ടുണ്ടെന്ന് പറയുന്നു. മീൻവണ്ടിയിൽ കടത്തിയ തുക, അതിനെക്കുറിച്ച് ചിലപ്പോൾ ED അന്വേഷിക്കുമെന്ന് പേടിച്ചിട്ടാവാം. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ആർജവമുള്ള ഒരു സമീപനം എടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഇവിടെ CPM മാത്രമാണ്. ഇവിടെ PM ഉഷ പദ്ധതിയുടെ പേരിൽ വർഗീയതയെ ഇതിനുള്ളിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത SFIക്കാരാണ്.
അന്ന് SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കാൻ മാത്രമാണ് ഇവിടെ വി ഡി സതീശന് കഴിഞ്ഞത്. അല്ലാതെ ഗവർണർ ചെയ്ത് തെറ്റായ പ്രവൃത്തിയാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് വി ഡി സതീശന് നട്ടലില്ലാതെ പോയത്? അപ്പോഴും മിണ്ടിയില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അത് തന്നെയാണ് നിലപാടുന്നേ. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇവിടുത്തെ CPM. അപ്പോഴാണ് ശശികലയുടെ KP ശശികലയുടെ അടുത്ത നമ്പർ, നിങ്ങൾ KSRTC ബസ്സിൽ കയറി പുഷ്പനെ അറിയാമോ? നാണമുണ്ടോ പറയാൻ? എന്ത് ഉളുപ്പുണ്ടെന്നേ. അങ്ങനെ ആ ഒരു പേരെടുത്ത് പറയാനുള്ള യോഗ്യത പോലും ശശികലയ്ക്കില്ല. അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ പോലും, എന്തിന് മരുന്നിന് പോലും RSSലോ BJPയിലോ എടുക്കാനില്ല. അത്രയും ശക്തമായ സമര പോരാട്ടത്തിലൂടെ നടന്നു വന്ന നേതാക്കന്മാരാണ് ഉള്ളത് ഇവിടെയല്ല. അങ്ങനെ ഒരാൾ പോയിട്ട് ഒരാൾ പകുതി ആളിനെ പോലും എടുക്കാനില്ലല്ലോ ശശികലയുടെ സംഘടനയിൽ. ഉണ്ടോ? എന്നിട്ടും പറയുകയാണ്. നാണമുണ്ടോ പറയാൻ? ഉളുപ്പുണ്ടോ പറയാൻ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഈ ജനങ്ങൾക്കിടയിലേക്ക് വിഷം കോരി എറിയുക, ജനങ്ങളുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക. അതിന് ഈ പറയുന്ന പോലെ എടുത്താൽ പൊങ്ങുന്നതേ പൊങ്ങാവൂ. ശശികല മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. എടുത്താൽ പൊങ്ങുന്നതേ പൊക്കാൻ ശ്രമിക്കാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുഷ്പൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സമരവീര്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് BJPക്ക് അറിയില്ല. കാര്യം BJP നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ RSSും സംഘപരിവാറും ഒക്കെ നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഈ ഹിന്ദുത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരിക്കും. ഇത് അങ്ങനല്ല, മനുഷ്യന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇവിടെ ശക്തമായി സംസാരിച്ചവരാണ്. അങ്ങനെയുള്ള ഒരാൾ പോലും ദൈവം സഹായിച്ച് ഈ പറയുന്ന ശശികലയുടെ പാർട്ടിയിലോ അല്ലെ ശശികല വിശ്വസിക്കുന്ന സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശം കൊണ്ട് ഒരിക്കലും ശശികല ഇങ്ങനെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ സമൂഹ മധ്യത്തിലോ വരാൻ പാടില്ല. കാരണം ആ പുഷ്പന്റെ പേര് പറയാൻ പോലുമുള്ള യോഗ്യത ശരിക്കും KP ശശികല എന്ന് പറയുന്ന ഒരാൾക്കില്ല. അത് തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.